പ്രവർത്തകൻ, അള്ളാഹു അദ്ദേഹത്തിന് ഷിഫാഇനെയും ശമനത്തെയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അദ്ദേഹം മാരകമായ ഒരു രോഗത്തിന്റെ അടിമയാണ്. ശരീരത്തിലൊരു സൂചിമുനയുടെ ഭാഗം വീണാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റി വീഴുന്ന രക്തത്തുള്ളികളെ നിയന്ത്രിക്കാൻ സുഹൃത്തെ 12,000 രൂപയുടെ ഇഞ്ചക്ഷൻ അടിച്ചു കയറ്റണം. വേദന നിറഞ്ഞ ജീവിതവുമായി കഴിയുന്ന ആ സുഹൃത്തിനെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ അറിയോ? എൻ്റെ ഭാര്യയുമായുള്ള എൻ്റെ ശാരീരിക ബന്ധം ഇന്നെനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു കാര്യമാണ്. അവളുമായുള്ള ശാരീരിക ബന്ധത്തിന്റെ അവസാനത്തെ മിനിറ്റുകൾ എനിക്ക് എന്നാരോ കഴുത്തിൽ അറുക്കുന്നത് പോലെയുള്ള വേദനയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാണ്. സഹോദര സഹോദരി, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദനത്തിന്റെ മിനിറ്റുകൾ, ലോകത്തെ ഏറ്റവും വലിയ വേദനയുടെ അനുഭവമായി അദ്ദേഹത്തിന് മാറിയെങ്കിൽ 1000-ൽ ഒരാൾക്ക് വരുന്ന രോഗാണിത്. ഈ 1000-ൽ ഒരാൾക്ക് വരുന്ന രോഗം നാളെ എനിക്കായിരിക്കും, അല്ലെ മറ്റന്നാൾ നിനക്കായിരിക്കും. അതിന്റെ മുമ്പ് ആരോഗ്യത്തെ ശ്രദ്ധിച്ചോ എന്ന് റസൂലുള്ള പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് മനസ്സിലാവും. വീടും കുടുംബവും ഷോപ്പും അതിനു വേണ്ടി എടുക്കുന്ന റിസ്കിന്റെ കൂട്ടത്തിൽ ഇസ്ലാം തൗഹീദ് എത്താത്ത, വെളിച്ചമെത്താത്ത മനുഷ്യരുണ്ട്, ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യരുണ്ട്, ഖുർആൻ പരിഭാഷ കാണാത്ത മനുഷ്യരുണ്ട്, സലഫി പ്രസ്ഥാനം എന്ന് കേൾക്കാത്ത മനുഷ്യരുണ്ട്, ഇസ്ലാമിന്റെ വെളിച്ചമറിയാത്ത മനുഷ്യരുണ്ട്. പ്രവാചക തിരുമേനിയെ സംബന്ധിച്ച് 100,000 തെറ്റുദ്ധാരണകളിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ഒരു CD കൊടുക്കാൻ, അവർക്ക് ഒരു ലഘുലേഖ കൊടുക്കാൻ, അവരുടെ തോളിൽ കൈയിട്ട് അവരെ ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാകൂല. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഒരു റൂമിൽ ഞാൻ കണ്ടൊരു കാഴ്ച ഉണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് മാരകമായ രോഗം വന്ന് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോ അദ്ദേഹം ഇങ്ങനെ ഛർദിക്കുമ്പോ രക്തം ഇങ്ങനെ ഛർദിച്ച് പാത്രത്തിലേക്ക് ഭാര്യ ഇങ്ങനെ ആ രക്തം ഇങ്ങനെ വാങ്ങാണ് കരഞ്ഞുകൊണ്ട്. എന്താണ് ഛർദിക്കാൻ കാരണം എന്നറിയില്ല, രക്തം കയറ്റുന്നു, ഛർദിക്കുന്നു, ഇതിങ്ങനെ നടക്കാണ്. ഇതിന്റെ ഇടയിൽ ഡോക്ടർ രോഗം ഡിഫൈൻ ചെയ്തു. എന്താ അറിയോ? തലയെയും ഹൃദയത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ഞരമ്പ് അറ്റുപോയതാണ്. എങ്ങനെയാണ് അറ്റുപോണത്? ആ ഞരമ്പ് അതിന് പടച്ചറപ്പ് നിശ്ചയിച്ച വലിപ്പത്തെക്കാളും കൊണ്ട് വളരുമ്പോ അതിന് വളരാൻ സ്ഥലം വരാതെ വരുമ്പോ കൂട്ടി പിരിഞ്ഞത് പൊട്ടിയിട്ട് രക്തം വരിക. ഇതാണ് സംഭവിക്കുന്നത്, അല്ലേ? അന്ന് ആ സുഹൃത്തെ വളരെ വിഷമത്തോടു കൂടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താ? ഞാൻ അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത് ഒരു യത്തീം ഖാനയിൽ നിന്നാണ്. അവൾക്ക് പോകാൻ വേറെ വീടില്ല. അതുകൊണ്ട് അവൾക്ക് പിന്നെ എൻ്റെ ശേഷം മരണം ഉറപ്പിച്ച് ഷഹാദത്തിന്റെ വരികൾ നിരന്തരം ചുണ്ടിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്ത് പറഞ്ഞു, അവൾക്ക് ഒരു കല്യാണം നിങ്ങൾ ആലോചിക്കണം എന്ന് ഒരു വിടവാങ്ങലിന്റെ മാനസികാവസ്ഥയോട് കൂടെ പറഞ്ഞ സുഹൃത്തിനു വേണ്ടി ഇതേപോലത്തെ പല വേദികളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇന്ന് സന്തോഷത്തോടു കൂടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇപ്പോഴും ചില വിഷമങ്ങൾ അദ്ദേഹത്തിനുണ്ട്. പടച്ചവൻ ഷിഫായിനെ പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ഈ ഞരമ്പ് എൻ്റെ സുഹൃത്തിന് മാത്രമല്ല, എനിക്കുങ്ങൊക്കെ ഉണ്ട്. അത് വളർന്നാ മതി, അത് പൊട്ടിയാൽ മതി, വീടും കുടുംബം പെരയും മുഴുവൻ വിട്ടിട്ട് ചെയ്യേണ്ടി വരും, അല്ലേ? ഞാൻ പറയണത് രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചോ എന്ന് റസൂലുള്ള പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. ഇനിയോ മൂന്നാമത്തെ വാചകം എന്താ അറിയോ? നിന്റെ ദാരിദ്ര്യത്തിന്റെ മുമ്പ് നിന്റെ സമ്പത്തിനെ നീ സൂക്ഷിച്ചോ എന്നാണ്. പച്ചയായ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചെറിയ പ്രായം നമുക്കൊക്കെ ഉള്ളൂ. പക്ഷേ ഇസ്ലാമിക ദാവാരംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പിന്നെ എവിടെയെല്ലാമോ ഇടപെടാൻ അവസരം കിട്ടുമ്പോൾ നേരിട്ടോ അല്ലാതെയോ കാണുന്നറിയുന്ന തീഷ്ണമായ അനുഭവങ്ങളുണ്ട്. കിഡ്നി രോഗിയായ ഒരു ഭർത്താവുള്ള സ്ത്രീ ഒരു സജീവ പ്രവർത്തകന്റെ മുന്നിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ? എന്തു പറ്റി സഹോദരി എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീടും പെരയും കുടുംബവും മുഴുവൻ വിറ്റ് ഞാൻ എൻ്റെ ഭർത്താവിനെ ചികിത്സിച്ചു. അവസാനം ഡയാലിസിസിന് വേണ്ടി ക്യാഷ് ഇല്ലാതെ വന്നപ്പോ അയൽപക്കത്തുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി അദ്ദേഹം ആവശ്യപ്പെട്ട വൃത്തികേടിന് എനിക്ക് നിന്നുകൊടുക്കേണ്ടി വന്നു. എൻ്റെ ഭർത്താവിൻ്റെ രോഗത്തിന്റെ വേദനയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കവയ്യാതെ ചെയ്തതാണ്. ഇനിയും എനിക്ക് ക്യാഷ് കിട്ടണമെങ്കിൽ ആ ദുശ്ചെയ്തിക്ക് ഞാൻ കീഴ്പ്പെട്ടേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഇസ്ലാമിൽ വകുപ്പുണ്ടോ എന്നൊരു സ്ത്രീയുടെ ചോദ്യമാണ് നമ്മുടെ മഹത്തായ കിഡ്നി രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു സംരംഭത്തിന്റെ കാരണമായത്. ഞാൻ പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ആ പെണ്ണാണ്. നാളെ പറയുന്നത് ചിലപ്പോ എന്റെ പെണ്ണായിരിക്കും സഹോദര, നമ്മുടെ ആരുടെയെങ്കിലും ഭാര്യയായിരിക്കും സഹോദര. അതാണ് ദാരിദ്ര്യത്തിന് മുമ്പ് നിന്റെ സമ്പത്തിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞേ. മുറുക്കി പിടിച്ച് നിൽക്കണ്ട, കൊടുത്തോളണം.
ദീനിനു വേണ്ടി മാക്സിമം കൊടുക്കാൻ പറ്റണം. 5 കൊടുക്കാൻ കഴിയണം, 6 കൊടുക്കണം, 6 കൊടുക്കണം. കൊടുത്തിട്ട് ദഅവത്തിനെയും ദീനിനെയും ഒക്കെ സഹായിക്കാൻ കഴിയാന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ സുദീർഘമായി പറയല്ല. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തിത്വത്തിലുമുള്ള കൃത്യമായൊരു തിരുത്താവശ്യമാണ്. ഒരു മുസ്ലിമാണോ, സ്വർഗം കിട്ടണോ, അടിസ്ഥാനപരമായി വേണ്ട 2-3 കാര്യമുണ്ട്. ഒന്ന്, വിശ്വാസം റെഡിയായിരിക്കണം. ഏലസ്വൈക്കല്ലും ഷിർക്കും കുഫറും തങ്ങളും ബീവിയും ജാറവും മഖാമും പുണ്യാത്മാക്കളും പുണ്യപുരുഷന്മാരും വിലസുന്ന അള്ളാഹുവിനെക്കാളും വലിയ ഔലിയാക്കൾ വിരാജിക്കുന്ന ഹൃദയങ്ങൾക്ക് വിമോചനമില്ല, അവിടെ ശാന്തിയില്ല, അവിടെ രക്ഷയില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചതാണ്. ആരാ? ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്തിന്റെ ഇമാമാണ്, ചരിത്ര പുരുഷനാണ്. ഈ ലോകത്തെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്തൊരു കുഗ്രാമത്തിൽ നിന്ന് ലോക മനസാക്ഷിയുടെ ഉന്നതങ്ങളിലേക്ക് കയറിയെത്തിയ മഹാപുരുഷനാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാലോ, അല്ലെ? തന്റെ 80-കാരിയായ ഭാര്യയുടെ ചുരുണ്ടുകൂടിയ ഗർഭപാത്രത്തിൽ വളരാൻ തുടങ്ങിയ ജീവന്റെ തുടിപ്പ് വളർന്നെത്തിയ ഇസ്മായിൽ എന്ന കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ച ആ മഹാനുഭാവൻ നാളെ പരലോകത്ത് ആവശ്യപ്പെടുന്ന കാര്യമാണ്, എന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണേ. എന്താ കിട്ടിയത്? ഉരുണ്ടുമറിഞ്ഞ് നരകത്തിലേക്ക് പോകണ ഉപ്പനെ കണ്ടു, അല്ലേ? ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാര് രക്ഷിക്കുന്നു വിശ്വസിച്ച എന്റെ സംസാരം വീടിന്റെ വരാന്തകളിൽ, ഓഫീസ് റൂമുകളിൽ ഇരുന്ന് കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ, സുഹൃത്തുക്കളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇബ്രാഹിം നബിനെക്കാളും വലിയ ഉസ്താദില്ല. ഇബ്രാഹിം നബിനെക്കാളും വലിയ ഉസ്താദില്ല. ശിർക്ക് ചെയ്തവന്റെ സ്ഥാനം നരകാണ്. അതുകൊണ്ട് വിശ്വാസരംഗത്ത് അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. 2 കർമ്മരംഗാണ് നമ്മൾ ഇടപെടേണ്ട ഒരു മേഖല, അതാണ്. കർമ്മരംഗത്ത് തിരുത്താവശ്യമുണ്ട്. ഇബാദത്തിന്റെ കാര്യത്തിലും സദഖന്റെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒക്കെ റെഡി ആയിട്ട് പോക്കറ്റ് ഫിറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ആരും വിചാരിക്കരുത്. ജീവിതത്തിന് പരിക്കേറ്റ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജീവിതത്തിന് പരിക്കു പറ്റിയിട്ട് ഒരു പങ്ക് കൊടുക്കാൻ പറ്റണം. ജീവിതത്തിന് പരിക്കു പറ്റിയിട്ട് കൊടുക്കണ പങ്കുണ്ടല്ലോ. അള്ളാഹ്ക്ക് കടം കൊടുത്തവരെ ഇരട്ടിക്കരട്ടി പടച്ച റബ്ബ് പരലോകത്ത് തരും, ദുനിയാവെന്നും തരും, ദുനിയാവെന്നും ഇരട്ടിക്കരട്ടി തരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് ആവാൻ നമുക്ക് കഴിയണം. ഇനി നിങ്ങൾ നോക്കൂ, 3-മത്തത് ദഅവത്താണ്. ഇസ്ലാമിക ദഅവത്ത് എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, നിസ്കരിക്കുന്നത് പോലത്തെ ബാധ്യതയാണ്. വാപ്പാക്കും ഉമ്മാക്കും ബന്ധുക്കൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. എത്തിക്കുമ്പോൾ അവർ എതിർക്കും, അവർ വിമർശിക്കും. നിങ്ങളെ മോളെ കല്യാണത്തിന് ജ്യേഷ്ഠൻ പങ്കെടുക്കൂല, ജ്യേഷ്ഠനോടൊരു പ്രശ്നവും നമുക്കില്ല, ജ്യേഷ്ഠനോട് മിണ്ടാതെ അവന്റെ വീട്ടിലേക്ക് കയറാതെ ഒളിച്ചോടുന്നവരല്ല നമ്മൾ. പിന്നെ ജ്യേഷ്ഠനോട് കൂടുതൽ ബന്ധവും സൗഹൃദമൊക്കെ ഉണ്ടാകും. മോളെ കല്യാണത്തിന് നീ വന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ വിഷമമുണ്ട്. പക്ഷേ അതിലേറെ എനിക്കുള്ള വിഷമം നിന്റെ കയ്യിൽ